മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മഖ്ലൂഖുകളുടെ കൂട്ടത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ. ഈ ലോകത്ത് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്തിട്ടുള്ളത് നബി തങ്ങൾക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതലായി നിഅമത്ത് ചെയ്തിട്ടുള്ളതും മുത്തുനബിക്ക് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതലായി ബറക്കത്ത് നൽകിയിട്ടുള്ളതും പുണ്യനബിക്ക് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള നബിതങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരണപ്പെട്ടു, 6-ാം വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു. അങ്ങനെയൊക്കെ ആയാലും നമ്മോട് ഒരു ചോദ്യം ചോദിച്ചു, അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ റഹ്മത്ത് ആർക്കാന്ന് ചോദിച്ചാൽ നമ്മളതിന് മറുപടി പറയാം, അത് നബിതങ്ങൾക്ക് തന്നെയാണ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എന്താണ് ഈ റഹ്മത്ത്, എന്താണ് ഈ ബറക്കത്ത്, എന്താണ് ഈ നിഅമത്ത് എന്നത് ഇങ്ങനെയുള്ള ഒരു അനുസ്മരണ പരിപാടിയിൽ ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വിശ്വാസികളാണല്ലോ എന്ന സ്ഥിതിക്ക് പ്രത്യേകിച്ചും ആ ഒരു ചിന്ത അനിവാര്യമാണ്. ഒരിക്കൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഇടങ്ങേറ് എന്തായിരുന്നു എന്ന് ചോദിച്ചു. അതിന് നബി തങ്ങളൊന്നും മുണ്ടിയില്ല. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അത് ഖദീജ ബി വഫാത്തായതല്ലേ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലയിലും സംരക്ഷിച്ച, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും ഒരു നിലക്ക് പറയുകയാണെങ്കിൽ ആത്മാവ് കൊണ്ടും സഹായിച്ച ആൾ ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹ. അവർ വഫാത്തായ കൊല്ലം ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അതല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇടങ്ങേറെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതല്ല. എങ്കിൽ അബ്ദുൽ മുത്തലിബ്, അബൂ ത്വാലിബ് വഫാത്തായതല്ലേ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ നേരത്തെ മരണപ്പെട്ടതിനാൽ വാപ്പാൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ നിലയിലും സഹായിച്ച് ശത്രുക്കൾ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ നബി തങ്ങൾക്ക് മുഴുവൻ പിന്തുണയും നൽകിയ ആളാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് വഫാത്തായതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതുമല്ല. എന്നാൽ പിന്നെ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ത്വായിഫിൽ നിന്നുള്ള മടക്കയാത്രയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറയണ്ടായി, എനിക്ക് അല്ലാഹു തആല ഷഫാഅത്ത് ചെയ്യാനുള്ള അനുമതി നൽകിയാൽ ആദ്യമായി ഞാൻ ഷഫാഅത്ത് ചെയ്യുക ത്വായിഫുകാർക്ക് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞ ഒരു മനസ്സുണ്ട്. ഈ മനസ്സിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, ആ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, അതൊക്കെ എപ്പോഴും ഒരു വിശ്വാസി വിലയിരുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വയനാട് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഒന്ന്, ഈ ഉരുൾപൊട്ടൽ, അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം തുടങ്ങിയ കാര്യങ്ങളുടെ ചരിത്രവും ശാസ്ത്രീയവുമായ വിശകലനമാണ്. അത് വാസ്തവത്തിൽ നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല. നിലവിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നടത്തുന്നുണ്ട്, നടത്തും വേണം, ഇനിയും കൂടുതൽ നടക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ അധികൃതർ സ്വീകരിക്കുകയും വേണം. ഈ സമയത്ത് നമ്മൾ അതിനൊരു സമയം ഉപയോഗപ്പെടുത്തേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം, സബ്ർ, തവക്കുൽ തുടങ്ങിയ ആത്മീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുവർത്തിക്കേണ്ട ചില അദബുകളും മര്യാദകളും ഒക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു കാര്യം. ഈ വാക്കുകളൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. സബ്ർ നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുണ്ട്, തവക്കുൽ നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതാണ്. പക്ഷേ ഒരാവശ്യം വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ബന്ധപ്പെട്ടു വരുന്നു എന്നതാണ് പരിശോധിക്കേണ്ടത്. വാപ്പ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അള്ളാഹു നമ്മളൊക്കെ മരണപ്പെട്ട വാപ്പാർക്ക് സ്വർഗം കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. വാപ്പ മരണപ്പെട്ട സമയത്ത് നമ്മൾ കുറേ പറഞ്ഞ് കുറേ ചെയ്ത് ഒക്കെ ചെയ്തിട്ട് അവസാനം പറയും ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് പറയും. സത്യത്തിൽ ഇതല്ല ക്ഷമ. അസ്സബുറു ഇൻദ സ്വദുമത്തിൽ ഊല എന്നാണ്. ഒരു ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ മനുഷ്യൻ എന്താണ് കാണിക്കുന്നത്, അതിനെയാണ് സബുർ എന്ന് പറഞ്ഞത്. കുറേ കഴിഞ്ഞാൽ പിന്നെ ക്ഷമിക്കല്ലാതെ വേറെ വൈദ്യൊന്നുമില്ല. എല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് അവസാനം ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തോ കാട്ട് വേറെന്തോ വഴിയുണ്ട്, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ വേറെ വഴിയില്ലാത്തതിനാൽ ചെയ്യുന്ന, അല്ലാതെ ഇപ്പം എന്താ കാട്ടുക എന്നൊക്കെ പറയും ആൾക്കാർ. ക്ഷമിക്കല്ലാതെ അല്ലാതെ എന്തെങ്കിലും കാട്ടാണ്ടെങ്കിൽ ചെയ്യണതിനല്ല ഈ സബൂർ എന്ന് പറയുന്നത്. സബൂർ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ മാനസിക നില എന്താണോ അതിനെക്കുറിച്ചാണ് സബൂർ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയുള്ള വേറൊരു സാധനമാണ് തവക്കുൽ എന്ന് പറയുന്നത്.
തവക്കുൽ ഒരു അവകാശവാദമായതുകൊണ്ട് കാര്യമില്ല. നമ്മൾ അള്ളാഹുവിനെ നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഈ തവക്കുൽ എത്രമാത്രം നമ്മുടെ ജീവിതത്തിലുണ്ട്, ഇതൊന്നും ഒരാളോട് മാത്രം പറയേണ്ടതല്ല, ലോകത്തെ എല്ലാ മനുഷ്യനോടും പറയേണ്ട കാര്യങ്ങളാണ്. തവക്കുൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. പള്ളിക്കന്ന് നിസ്കരിക്കാൻ വേണ്ടി ഹയ്യാലസ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ മറുപടി ലബ്ബൈക്ക് ഇതാ വരുന്നോ എന്നാണ്. പക്ഷെ നമ്മൾ പറയണത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഉന്നതനും മഹാനുമായ അള്ളാഹു വിചാരിച്ചാലല്ലാതെ വരാൻ കഴിയൂല എന്ന് നിസ്കരിക്കാൻ വിളിക്കുമ്പോൾ പോലും പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥയെയാണ് യഥാർത്ഥത്തിൽ തവക്കുൽ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള വലിയ ഉന്നത നിലവാരമുള്ള തവക്കുലും ഉന്നത നിലവാരമുള്ള സ്വബറുമൊക്കെ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണം. ഇതൊക്കെ ഈമാനിൻ്റെ വർധനവിനാണ്. ബഹുമാനപ്പെട്ട ഷുഅബുൽ ഈമാനിൽ 70 ചില്ലാനും കാര്യങ്ങൾ ഈമാനുമായി കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈമാനിന് 70 ചില്ലാനും ശാഖകളുണ്ട് എന്ന് പറഞ്ഞ ഹദീസിൻ്റെ വിശദീകരണത്തിൽ 70 ചില്ലാനും കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഫത്തുഹുൽ ബാരിയിലൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിസ്സാരം എന്ന് നമുക്ക് തോന്നുന്ന വലിയ കാര്യങ്ങളാണ്. കേട്ടാൽ നിസ്സാരമാണെന്ന് തോന്നും, എന്നാൽ വലിയ വലിയ കാര്യങ്ങളാണ് ഈമാനുമായി കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈമാനിനെ കണക്ട് ചെയ്ത് പറഞ്ഞ ഹദീസ് തന്നെ ആദ്യം പറഞ്ഞത് അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഭാഗമാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ പരാജയങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ലജ്ജ നഷ്ടപ്പെടുക എന്നതാണ്. പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം മിസ്കീനിന് കൊടുക്കുന്നതിനെ ഫക്കീറിന് കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ട്. ഫക്കീറിന് കൊടുക്കുന്നതിനേക്കാൾ മിസ്കീനിന് കൊടുക്കുന്നതിന് പ്രാധാന്യത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കൊടുക്കാൻ പറഞ്ഞ സ്ഥലത്ത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദഉൽ യതീം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. അങ്ങനെ പല സ്ഥലങ്ങളിലും മിസ്കീനെ പറയാനുണ്ടായ കാരണം മിസ്കീൻ വലിയ അഭിമാനിയായിരിക്കും എന്നതാണ്. ഇല്ലെങ്കിലും ഒരു അഭിമാനം കാണിക്കും മിസ്കീന്. ഫക്കീർ ഇല്ല, അഭിമാനവും കാണിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയ അഭിമാനത്തെ നമ്മളെപ്പോഴും കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കണം. അതൊക്കെ തവക്കുൽ സബറിൻ്റെ ഭാഗമായുള്ള ആത്മീയപരമായ അന്വേഷണങ്ങൾ തന്നെയാണ് എന്നതിനെ ഉൾക്കൊള്ളുകയാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വിഷയം, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ഇതിൽ ഈമാനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈമാനുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിക്കുന്നുണ്ട്, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക. ഇതിനാണ് നമ്മൾ ഖളാ ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടായത് അള്ളാഹു തആല ചെയ്ത വലിയൊരു റഹ്മത്താണ്. കേരളം എന്ന സംസ്ഥാനത്തിൽ വയനാട് എന്ന ജില്ല ഉണ്ടായത് അള്ളാഹു തആല ചെയ്തെന്ന വലിയൊരു നിയമത്താണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പരീക്ഷണം. കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടായത് വലിയൊരു പരീക്ഷണമാണ്. ആ കേരളത്തിൽ വയനാട് എന്ന് പറഞ്ഞൊരു ജില്ല ഉണ്ടായത് വലിയൊരു പരീക്ഷണമാണ്. വയനാട്ടിൽ ഒരു ഗ്രാമം, 3 ഗ്രാമം ഉണ്ടായത് വലിയൊരു പരീക്ഷണമാണ്. ആ നാട്ടുകാർക്ക് പള്ളിയും മദ്രസയും ഉണ്ടായത് ഒരു പരീക്ഷണമാണ്. ആ നാട്ടിൽ മഴ പെയ്തതൊരു പരീക്ഷണമാണ്. ആ നാട്ടിൽ ഒരു രാത്രി കൊണ്ട് കുറേ ആളുകൾ മരണപ്പെട്ടതും ഒരു പരീക്ഷണമാണ്. ഇങ്ങനെ പരീക്ഷണത്തെ മനസ്സിലാക്കാം. നല്ലൊരു ഉദാഹരണം പറയാം. ഒരു 25,000 രൂപ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. എവിടുന്നാന്നറിയില്ല, അവിചാരിതമായി ഉദ്ദേശിക്കാത്ത ഭാഗത്ത് നിന്ന് ഒരു 25,000 രൂപ കിട്ടി. 25,000 രൂപ കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു, വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സിറ്റ് ഔട്ടിൽ ടൈൽസ് കിട്ടില്ല. അപ്പോൾ ഒരു 10,000 രൂപക്ക് നല്ല ഒരു ടൈൽസ് വാങ്ങിയിട്ടിടണം. പിന്നെ ഒരു 10,000 രൂപ സൂപ്പർ മാർക്കറ്റിലും മീൻ വാങ്ങിയെടുത്തും പാല് വാങ്ങിയെടുത്തൊക്കെ കുറച്ച് പൈസ കൊടുക്കേണ്ടത് കൊടുക്കും വേണം. പിന്നെ ഒരു 5,000 ഉറുപ്പിക ബാക്കി ഉണ്ടാവും. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മളിന്ന് ആദ്യം ടൈൽസ് നോക്കുക എന്ന് തീരുമാനിച്ചുകൊണ്ട് പോയി. ടൈൽസ് കടയിൽ ചെന്നിട്ട് നല്ല ഐറ്റം ടൈൽസ് വേണം, വെള്ളം നനഞ്ഞ വാസനയൊന്നും ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ്
ഗ്ലാസിൻ്റെ കൂട്ടുള്ളതായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല ടൈൽസ് എടുത്ത് കച്ചവടാക്കി അതിൻ്റെ ബില്ലൊക്കെ ക്ലിയർ ചെയ്യാൻ പറഞ്ഞ് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഒരു കാപ്പി തന്ന് അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ബില്ല് റെഡിയായി അടച്ചോളി എന്ന് പറഞ്ഞപ്പോൾ അടക്കാൻ വേണ്ടി കീശേക്ക് ഇങ്ങനെ കൈയിട്ടപ്പോൾ അടിയിലുണ്ടൊരു ഓട്ട സാധനം വയ്ക്കണം. അപ്പം നമ്മൾ പറയും എന്താ ഇപ്പം കേട്ട പടച്ചോൻ്റെ ഒരു പരീക്ഷണമല്ലേ എന്ന് പറയും. 25,000 രൂപ തന്നത് ആരെ പരീക്ഷണമാണ്? ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. വണ്ടി തട്ടിയ ഡേറ്റാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുക, വണ്ടി വാങ്ങിയ ഡേറ്റ് ഓർമ്മ ഉണ്ടാവില്ല. വണ്ടി വാങ്ങിയത് പരീക്ഷണമാണെങ്കിൽ തട്ടിയത് പരീക്ഷണമാണ്, വാങ്ങിയത് ഞാമത്താണെങ്കിൽ തട്ടിയതും ഞാമത്താണ്. ഈ ഞാമത്തുകൾ, പരീക്ഷണങ്ങൾ, നന്മയും തിന്മയുമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വേർതിരിവിനെ മനസ്സിലാക്കാതെ പോയാൽ ഇങ്ങനത്തെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഈമാനിനെ ബാധിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് മുഅ്മിനീങ്ങളുടെ ഈമാനിനെയാണ്. അത് കഴിച്ചിട്ടാണ് ബാക്കി എല്ലാ കാര്യവും. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരുടെ ഈമാൻ എന്ന് പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ കൂടാണ് വേണ്ടത്. ഉള്ള ഈമാൻ കുറയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പൊ ഈമാൻ കൂടുന്ന തരത്തിലേക്ക് നമുക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും പറ്റണം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും അവൻ്റെ നിഅമത്തുകളും നിഖ്മത്തുകളെ നമ്മൾ പലപ്പോഴും ഓർക്കുകയും നിഅമത്തുകളെ മറക്കാതിരിക്കുകയും ചെയ്യും. വാപ്പ മരിച്ച ഡേറ്റ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, പക്ഷെ വാപ്പ ജനിച്ച ഡേറ്റ് ആരും നോക്കലില്ല. ഞാൻ ഈ വിഷയം പഠിച്ചതിൻ്റെ ശേഷം എൻ്റെ വാപ്പാൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിച്ചു. വാപ്പ ജനിച്ചത് വലിയൊരു നിയമത്തായിരുന്നു, അത് നമ്മളാരും ആലോചിക്കലില്ല. വാപ്പ മരിച്ച ഡേറ്റ് എല്ലാവരും ഓർക്കലുണ്ട്. നിഖ്മത്തുകളെ മാത്രം, പരീക്ഷണങ്ങളെ മാത്രം, ബുദ്ധിമുട്ടുകളെ മാത്രം ഓർക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ ബാക്കിക്ക് ചിന്തിച്ചാൽ 5 വർഷമാണ് സാധാരണഗതിയിൽ കിട്ടുക എന്നാണ്. എന്നാൽ നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ ആലോചിച്ചാൽ ഓർമ്മയുള്ള എല്ലാ കാര്യങ്ങളും എടുത്താൽ അത് ഓർക്കേണ്ടതായിരുന്നില്ല, ഓർക്കാൻ പറ്റാത്തതായിരുന്നു. നമ്മൾ ഓർമ്മ ഇങ്ങനെ ബാക്കിക്ക് നോക്കിയാൽ 10 കൊല്ലം മുമ്പ് ഒരാൾ കണ്ണുരുട്ടിയത് നമുക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവും. 10 കൊല്ലം മുമ്പ് ഒരാൾ കാൽച്ചായ വാങ്ങി തന്നത് ഓർമ്മ ഉണ്ടാവില്ല. ഏതെല്ലാം മറക്കേണ്ടതുണ്ടോ അതെല്ലാം നമ്മൾ ഓർക്കുകയും ഏതെല്ലാം ഓർക്കേണ്ടതുണ്ടോ അതെല്ലാം നമ്മൾ മറക്കുകയും ചെയ്യുന്നു എന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത നേരെ ഓപ്പോസിറ്റാണ്. എന്തെല്ലാം മറക്കേണ്ടതുണ്ടോ അത് മുഴുവൻ മറന്നിട്ടുണ്ട്. മുത്തുനബിയുടെ ജന്മനാടാണ് മക്ക. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മനാടാണ് മക്ക എന്ന് പറഞ്ഞത്. മക്കയിൽ നിൽക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ആദ്യം സഹാബത്ത് അബിസീനിയയിലേക്ക് യാത്ര ചെയ്തു. അബിസീനിയയിലേക്കുള്ള യാത്രയിൽ അബിസീനിയയിലെ രാജാവ് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ആ ഇടക്കാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ആദ്യമായി മക്കത്ത് തക്ബീർ ജാഥ നടന്നു. തക്ബീർ ചൊല്ലിയിട്ട് മുഅ്മിനീങ്ങൾ എല്ലാവരും കൂടി കഅബയുടെ അടുത്തേക്ക് പോയി. മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും അനുകൂലമായ സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അബിസീനിയയിലേക്ക് യാത്ര പോയ ആളുകൾ തിരിച്ചു മക്കയിലേക്ക് വന്നു. പക്ഷെ മക്കത്തെ ഖുറൈശികൾ വീണ്ടും പീഡനം തുടർന്നു. രണ്ടാമതും അബിസീനിയയിലേക്ക് പോകുമ്പോൾ നബി തങ്ങളോട് സഹാബത്ത് പറഞ്ഞു, അബിസീനിയയിലെ രാജാവ് നല്ല മനുഷ്യനാണ്, ഞങ്ങളൊപ്പം പോന്നാൽ അദ്ദേഹം നമ്മളെ നന്നായി സംരക്ഷിച്ചു കൊള്ളുമെന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും പൊയ്ക്കോളി, ഞാനില്ല, സമ്മതം കിട്ടിയിട്ടില്ല പറഞ്ഞു. മുത്തുനബി അവിടെ തന്നെ നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് പോയി. അങ്ങനെ അവസാനം സമ്മതം കിട്ടി മക്കയിലേക്ക് നിന്നും മദീനയിലേക്ക് യസ്രിബിലേക്ക് യാത്ര ചെയ്തു. മദീന എന്നുള്ള പേര് പിന്നെയാണ് വരുന്നത്. യസ്രിബിലേക്ക് യാത്ര ചെയ്തു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മനാട് ഉപേക്ഷിച്ചു. ആ ജന്മനാട്ടിലേക്ക് മടങ്ങി വരുന്നത് മക്കം ഫതഹിന്റെ സമയത്താണ്. മക്കം ഫതഹിന്റെ സമയത്ത് വന്നപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യവും സന്തോഷവും കൊടുത്ത് പേടിയുള്ള ആൾക്കാർ അബൂ സുഫിയാന്റെ തറവാട്ട് വീട്ടിൽ കയറി ഇരുന്നോളി, ഞാൻ ആ വഴിക്ക് വരുന്നില്ല എന്ന് വരെ പറഞ്ഞു വെച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും നിഖ്മത്തുകളെ, പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മാത്രം ചിന്തിക്കുന്നു. അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായി. നമ്മൾ സാധാരണ പറയും, എന്താ പടച്ചോനെ കാട്ടുക, പല്ലുവേദനായിട്ട് വെച്ചല്ലോ, എപ്പോൾ നോക്കിയാലും പല്ലുവേദന, അല്ലാ എന്തിനാ ഇന്നെങ്ങനെ ഇടങ്ങാറാക്കണത് എന്ന് തോന്നും. സത്യത്തിൽ പല്ലുവേദനയില്ലാത്ത 23.5 മണിക്കൂർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നതിനെ മറക്കും. ഇതാണ് നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. ഈ മാനസികാവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം. അത് മാറണമെങ്കിൽ
ആ മാറാനുണ്ടാകേണ്ട വിശ്വാസത്തെയാണ് ഖളാ ഖദറിലുള്ള വിശ്വാസം. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞത്. ഖളാ ഖദറിനെ കുറിച്ച് ഏറ്റവും പ്രസിദ്ധമായ ഹദീസ് ബഹുമാനപ്പെട്ട സയ്യിദുന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഹീഹുകളിലൊക്കെ ആ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു തോട്ടമുണ്ട് മദീനയിൽ. ഈ പ്രാവശ്യം മദീനയിൽ ചെന്നപ്പോൾ ആ തോട്ടം സന്ദർശിക്കാൻ ഒരു അവസരം ഉണ്ടായി. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള തോട്ടാണ്. അതിൻ്റെ അടുത്ത് മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്ന ഒരു വീടിൻ്റെ അവശിഷ്ടങ്ങളും മഹാനവർകൾ നിസ്കരിച്ചിരുന്ന ഒരു പള്ളിയുടെ അവശിഷ്ടങ്ങളുണ്ട്. ആ തോട്ടത്തിന് ഒരു താരീഖുണ്ട്. സൽമാൻ റളിയല്ലാഹു അൻഹു 200 വയസ്സ് വരെ ജീവിച്ച സഹാബിയായിരുന്നു. മഹാനവർകൾ മദീനയിൽ എത്തിച്ചേരുന്നത് ഒരു ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിലാണ്. പുണ്യനബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു എന്നറിഞ്ഞ സൽമാൻ നബി തങ്ങളെ കാണാൻ വേണ്ടി പോവുകയും മുത്തുനബിയെ കണ്ട് പൂർവ്വകാല വേദങ്ങളിൽ നിന്ന് പഠിച്ച തെളിവുകൾ വെച്ച് അവസാനത്തെ പ്രവാചകനാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്ത് നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇഷ്ടപ്പെടാത്ത യജമാനനായ ജൂതൻ പരമാവധി സൽമാനെ പീഡിപ്പിച്ചു. ഒരിക്കൽ സൽമാൻ അൽ ഫാരിസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, എനിക്കൊന്ന് സ്വതന്ത്രനാണ്, അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖരായ സഹാബത്ത് സൽമാന്റെ യജമാനനായ ജൂതന്റെ അടുക്കൽ പോയി. അയാളോട് പറഞ്ഞു, സൽമാൻ ഒന്ന് മോചിപ്പിക്കണം, അതിനെന്താ തരേണ്ടതെന്ന് ചോദിച്ചു. അയാൾ ഒരു നിലക്കും നടക്കരുത് എന്ന് കരുതിയിട്ടുള്ളൊരു വർത്താനം പറഞ്ഞു. ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ 300 ഈത്തപ്പന മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. എന്നിട്ട് അതിനെ നനച്ച് നട്ടു വളർത്തി വളം നൽകി നോക്കി വലുതാക്കി 300 എണ്ണത്തിൽ നിന്നും ഈത്തപ്പഴം പറിച്ചു തന്നാൽ അന്ന് സൽമാൻ മോചിതനായിരിക്കും എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഈത്തപ്പഴം എങ്ങനെ കുറച്ചാലും കായ്ക്കാൻ 9 വർഷം വേണം. അപ്പോൾ 9 കൊല്ലത്തേക്ക് എന്തായാലും മോചിതനാവില്ല എന്ന് ഉറപ്പാണ് ചെയ്താൽ തന്നെ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, എല്ലാവരും സൽമാന്റെ മോചനത്തിന് വേണ്ടി ഈത്തപ്പന മരങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും 1 മരം 2 മരം 3 മരം 10 മരമൊക്കെ ആയിട്ട് ഓഫർ ചെയ്തു. സൽമാനോട് പറഞ്ഞു, ആ സ്ഥലത്ത് പോയിട്ട് 300 കുയ്യുത്തുക. അങ്ങനെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആ സ്ഥലത്ത് 300 കുയ്യുണ്ടാക്കി. ഈത്തപ്പന മരങ്ങളുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഓരോന്നും വിസ്മയല്ലിട്ട് പുണ്യനബി തൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ നട്ടു. ഏകദേശം ഒരു 8-9 മാസമായപ്പോഴേക്ക് ഈത്തപ്പന മരങ്ങൾ കായ്ച്ചു. 299 മരം കായ്ച്ചു. അതിമൊക്കെ ഈത്തപ്പഴം പറിച്ചു. 300ാമത്തെ ഒരു മരം കായ്ക്കാതെ വന്നപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ആ തൈ ഞാൻ കുഴിച്ചിട്ടത് എന്ന് പറഞ്ഞു. അതിന് പറിച്ചിങ്ങാണ്ട് ബിസ്മിയല്ലിട്ട് 2ാമത് അവിടെ തന്നെ കുഴിച്ചിട്ടിട്ട് അതിൽ നിന്നും ഈത്തപ്പഴം പറിച്ചു കൊടുത്ത് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മോചിതനായി. അങ്ങനെയുള്ള ഒരു തോട്ടം. എന്നാൽ ഈത്തപ്പന മരം ഉണ്ടാവില്ല കേട്ടോ. കാരണം ഈത്തപ്പന മരത്തിന് പരമാവധി 150 വയസ്സേ ഉള്ളൂ എന്നാണ്. മരം മാറിയിട്ടുണ്ട്, തോട്ടം ഇന്നുണ്ട്. സയ്യിദുന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അതറിയപ്പെടുന്നു എന്നുള്ളതാണ്. ലോകത്ത് ഇങ്ങനെ പല സംഭവം ഉണ്ടെന്ന് അറിയിക്കാനാണ് ഞാൻ അത് പറഞ്ഞത്. ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പലതും ഉണ്ട്. അള്ളാഹു പദ്ധതി ഇല്ലാത്തവനല്ല, അവൻ പ്ലാനിങ് ഇല്ലാത്തവനല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും ഈ വിഷയത്തിൽ ഒരു വ്യത്യാസമുണ്ട്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ച് ഷൂട്ടിങ് കഴിഞ്ഞ് എഡിറ്റിങ് കഴിഞ്ഞ് ലൈബ്രറിയിൽ ഇരിക്കുന്ന CD പോലെയാണ്. ഇനി ഓടി തീർന്നാൽ മതി, ഇതിൻ്റെ ക്ലൈമാക്സ് പരിസമാപ്തി എന്താണെന്ന് അവനറിയാം. നമ്മൾ ഒരു എപ്പിസോഡ് മാത്രം ഇങ്ങനെ കാണുമ്പോൾ എന്താ പഠിച്ചോനെ ഇത് ഇങ്ങനെയും തോന്നുകയാണ്. എന്നാൽ എല്ലാ വിഷയങ്ങളെയും അള്ളാഹു മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് മഹ്ശറ എന്ന് പേര് പറയുമെന്ന് നമ്മൾ വിശ്വസിക്കും. നമുക്കങ്ങനെ ചിലപ്പം തോന്നും, എന്താ 5 വക്തും സുബഹിയും നിസ്കരിച്ചിട്ടും ഇങ്ങനെ തോർന്നിട്ടും എൻ്റെ പെരപ്പണി തീരാത്തത്, അള്ളാഹ് എന്നെ എന്താ ഇങ്ങനെ ആക്കിയത്, എന്താണ് അങ്ങനെ നിന്നെ ആക്കിയത് എന്ന് നിന്നെ ഒരു ദിവസം ബോധ്യപ്പെടുത്തും. ആ ബോധ്യപ്പെടുത്തുന്ന ദിവസത്തിനാണ് ഹിസാബ് എന്ന് പറയുന്നത്. അന്ന് നിനക്കറിയാം എന്തുകൊണ്ട് നിന്നെ ഇങ്ങനെയായി. ഒരു മനുഷ്യനും അള്ളാഹു അവനെ കൊണ്ട് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് ഹിസാബ് അവസാനിക്കൂല. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് പോലും
എനിക്ക് സ്വർഗത്തിന് അവകാശമില്ല എന്ന് തോന്നൂല. നരകത്തിൽ പോകുന്ന ഒരാൾക്ക് പോകും ഇത്രയിട്ടൊന്നും എന്നോട് വേണ്ടിയിരുന്നില്ല എന്നും തോന്നൂല. അത് ഒരു ദിവസം ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നീതി എന്ന കാഴ്ചപ്പാട് ദുനിയാവ് കൊണ്ട് മാത്രം മനസ്സിലാകുന്നതല്ല, അത് ആഖിറത്ത് കൂടി ചേർന്ന് വരുമ്പോൾ, ഹിസാബ് കൂടി ചേർന്ന് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്നത് നമ്മുടെ ഈമാനിൽ ഉറച്ചിരിക്കണം. അത് ഉറച്ചെങ്കിൽ മാത്രമാണ് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു എന്ന് വിശ്വസിക്കണം എന്ന വിശ്വാസം കൽബിൽ ഉറപ്പുള്ളൂ. എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ ഈമാൻ അളക്കണ കുറെ ആൾക്കാർ ഇറങ്ങും. എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ മനുഷ്യന്മാരെ ഈമാൻ ഇളക്കാൻ കുറെ ആൾക്കാർ ഇറങ്ങും. അതുകൊണ്ട് നമ്മളുള്ള ഈമാൻ നമ്മൾക്ക് എപ്പോഴും ഉറച്ചിരിക്കണം. അത് വളരെ പ്രധാനമാണ്. പ്രതിസന്ധിയും പ്രയാസമൊന്നും ഇന്ന ആൾക്കാർക്ക് വരിക എന്നൊന്നുമില്ല. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്നും നമ്മളൊക്കെ സലാമത്താക്കട്ടെ. അവൻ നൽകുന്ന പരീക്ഷണങ്ങളെ അതിജയിക്കാനുള്ള തൗഫീഖ് കൂടി അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ തൗഫീഖ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളെയും തീർക്കാനുള്ള, തരണം ചെയ്യാനുള്ള തൗഫീഖിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മറ്റൊരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ തൃപ്തി, അതൃപ്തി തുടങ്ങിയ വിഷയങ്ങളാണ്. അതും ഈമാനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനൊരു പൊതുവെ ഒരു കാര്യമുണ്ട്. ഇഷ്ടപ്പെട്ടവന്റെ തല്ല് കൊട്ടായിട്ട് നമുക്ക് തോന്നാം. ഒരാളോട് നമുക്ക് ഇഷ്ടമാണ്, ഓ മുതോപ്പുറത്ത് കൂടി ഒരു തല്ലണ് തച്ചാൽ ഓനൊന്ന് കൊട്ടീന്നേ തോന്നുള്ളൂ. അതേ സമയത്ത് ഇഷ്ടമില്ലാത്ത ആളൊന്ന് തോണ്ടിയാൽ ഓനങ്ങോട്ട് അടിച്ചിട്ടേ എന്നാ തോന്നാം. അള്ളാഹുവിനോട് നമുക്ക് എത്ര കണ്ട് ഇഷ്ടമുണ്ട് എന്ന് അള്ളാഹുത്തെ ഇടക്കിടക്ക് നോക്കും. നമ്മളെ മാത്രമല്ല, ലോകത്തെ എല്ലാ മനുഷ്യന്മാരും നോക്കിയിട്ടുണ്ട്. ഏറ്റവും നന്നായി നോക്കിയത് മുഹമ്മദ് നബിയെ തന്നെയാണ്. ഇതെല്ലാ മനുഷ്യന്മാരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നോക്കും. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് റാബിയത്തുൽ അദവിയ്യ, അല്ലാഹു അവരുടെ വലിയ ദർജ കൊടുക്കട്ടെ, അവരെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അദവിയ്യ ഗോത്രത്തിൽപ്പെട്ട വാപ്പാന്റെ 4ാമത്തെ മോള് ചെറിയ കുട്ടിയായതുകൊണ്ടാണ് റാബിയ എന്ന് പേരെടുത്ത്. റാബിയ എന്ന് പറഞ്ഞാൽ 4ാമത്തവൾ എന്നാണ് അർത്ഥം. വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു. റാബിയത്തുൽ അദവിയ്യ മിസ്റാണ്. ചെറുപ്പത്തിൽ മരണപ്പെട്ടു. മരണപ്പെട്ടതിന് ശേഷം വാപ്പാക്ക് പശുവിനെ വളർത്തിയിട്ടുള്ള പാല് കച്ചവടം. പശുവിനെ വളർത്തും, ഒരു പശു, അതിൻ്റെ പാല് അങ്ങാടിയിൽ കൊണ്ടേ കൊടുക്കും. കിട്ടുന്ന പൈസ കൊണ്ട് അവർ അന്നം വാങ്ങി കഴിക്കും. വാപ്പ മരണപ്പെട്ടു. ഉമ്മ പശുവിനെ കറന്നിട്ട് പാലെടുക്കും. മോളെ എടുത്ത് റാബിയൻ്റെ അടുത്ത് അങ്ങാടിക്ക് 4 വയസ്സാണ് പ്രായം. വാപ്പ മരിക്കുമ്പോൾ 4 വയസ്സാണ്. അങ്ങാടിയിലേക്ക് പാലേറ്റ് പോകും. പാല് ആൾക്കാർ വാങ്ങും, പക്ഷെ വാപ്പല്ലോ പൈസ കൊടുക്കൂല. കിട്ടിയത് വാങ്ങിയാണ്ട് പോലും തീരെ കിട്ടാതെ പാല് കൊണ്ടു കൊടുക്കുക എന്നല്ലാതെ പൈസ കിട്ടുന്നില്ല. ചോദിക്കാനും പറയാനും ആളില്ല. അതോടൊപ്പം 4 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ആൾക്കാർക്കൊരു പരിഹാസമായി. അവസാനം റാബിയത്തുൽ അദവിയ്യ കുടുംബത്തിലെ റാബിയയുടെ ഉമ്മയും 3 മക്കളും 4 മക്കളും കൂടി നാട് വിട്ടു. നാട് വിട്ടു പോകുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ ഒരു സ്ഥലത്ത് താമസിക്കുന്നു. ആ താമസ സ്ഥലത്ത് വെച്ച് അവർ കൂട്ടം തെറ്റി. റാബിയ ഒറ്റപ്പെട്ടു. ഒരു പെൺകുട്ടി ഒറ്റക്ക് നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി അങ്ങാടിയിൽ വിൽപ്പന നടത്തി. റാബിയ അടിമയായി. ഒരു ഈത്തപ്പന മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന തോട്ടമുടമയുടെ വീട്ടിൽ റാബിയ അടിമയായി എത്തി. അപ്പോഴേക്ക് ഏകദേശം ഒരു 5-6-7 വയസ്സ് പ്രായമായിട്ടുണ്ട്. ആ വീട്ടിൽ ഏറ്റവും ഭാരിച്ച ജോലികൾ നൽകി. മര്യാദക്ക് ഭക്ഷണം നൽകൂല, നല്ലോണം നോക്കി വളർത്തൂല, വേണ്ട പരിപാലനങ്ങൾ നൽകൂല. അങ്ങനെ വളരെയധികം പീഡിപ്പിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യണം. എല്ലാവരും ഉറങ്ങണത് വരെ ജോലി ചെയ്യണം. എല്ലാവരും ഉറങ്ങിയാൽ അല്പസമയം വിശ്രമിക്കാൻ കിട്ടും. റാബിയക്ക് ഒരു റൂം നൽകി. ഒരു ദിവസം യജമാനൻ റൂമിൽ നിന്ന് ഒരു സംസാരം കേട്ടു. രാത്രി അടുത്ത് ചെന്നിട്ട്, ജനലിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ചെവി വെച്ച് നോക്കുമ്പോൾ റൂമിൽ നിന്ന് ആരോ അങ്ങനെ സംസാരിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ വാതിൽ മെല്ലെ തുറന്നിട്ട് ഇടയിലൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ സുജൂദിൽ കിടന്ന് ഒരാൾ സംസാരിക്കുന്നു. അത് റാബിയയാണ്. സുജൂദിൽ കിടന്ന് പറയാണ്, പഠിച്ചവനെ, പകരം എനിക്ക് സുജൂദ് ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയണില്ല. കാരണം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു ദയയില്ലാത്തൊരു യജമാനാണല്ലോ. അതുകൊണ്ട് പകരം എനിക്ക് സുജൂദ് ചെയ്യാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് റബ്ബേ, എന്നോട് ഒന്നും വിചാരിക്കരുത്. എന്നാൽ രാത്രി ഞാൻ പരമാവധി സമയം ഉറങ്ങാതെ എനിക്ക് സുജൂദ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് റാബിയ സ്വയമായി പറയുന്നതാണ് യജമാനൻ കേട്ടത്. അങ്ങനെ ഈ വിഷയം ഭാര്യയോട് പറഞ്ഞു. ഭാര്യ വന്ന് നോക്കി, ഈ രംഗം കണ്ടു. റാബിയയെ സ്വതന്ത്രമാക്കി വിട്ടു.
അങ്ങനെ ഇബാദത്ത് ചെയ്ത് നടന്നു. ആ സമയത്ത് ഒരു ബഹുമാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരാൾ റാബിയത്തുൽ അദവിയെ വിവാഹാലോചന നടത്തിയപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. ഏറ്റവും ചുരുങ്ങിയത് ഈ വിവാഹാലോചനയ്ക്ക് നടത്തുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, വിവാഹാലോചനയിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം ബെഡിൽ ഉറങ്ങണമെന്നോ രാത്രി വീട്ടിൽ താമസിക്കണമെന്നോ ഒന്നും ഉദ്ദേശമല്ല. എനിക്ക് കല്യാണത്തിൽ ആകെ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാകുമ്പോൾ റാബിയയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് എനിക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവ് എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കേണ്ടി വരില്ല ചോദിച്ചു. അതെന്തായാലും വേണ്ടിയോ, ഇത് കഴിയൂല, എനിക്ക് അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളാണ് റാബിയത്തുൽ അദവിയ്യ എന്ന് പറഞ്ഞത്. അള്ളാഹു തആല നമുക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ടോ എന്ന് പലപ്പോഴും നോക്കും, അത് നോക്കിക്കൊണ്ടേയിരിക്കും. അതാണ് സത്യത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറഞ്ഞത് വലിയ രസമുള്ളൊരു സാധനമാണ്. അതിന് 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ്. 1, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. 2, ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെടണം. 3-മത്തേത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയും റസൂലുമായിട്ട് ഇഷ്ടപ്പെടുക എന്നത് ഈമാന്റെ മാധുര്യം കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ നമ്മളോട് വിട പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഓർമ്മകൾ തുടിക്കുന്ന ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അവർ ആത്മീയ ലോകത്ത് ശുഹദാക്കളുടെ പദവിയിലാണ്. ശുഹദാക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഭക്ഷണം കഴിച്ച് ജീവിച്ചിരിക്കുന്നു എന്നാണ്. ബദർ ശുഹദാക്കളെ നമ്മൾ പറയുമ്പോൾ പറയലുണ്ട്, 1500 കൊല്ലമായി ബദർ നടന്നിട്ട്. 1500 കൊല്ലമായി ബദർ യുദ്ധം കഴിഞ്ഞിട്ട് എന്നത് ഞമ്മക്കാണ്, ബദരീങ്ങൾക്കല്ല. ബദരീങ്ങൾക്കത് 1.5 ദിവസമായത്. കാരണം നമ്മുടെ അടുക്കലുള്ള 1000 ദിവസം, 1000 കൊല്ലം അള്ളാഹുവിൻ്റെ അടുക്കൽ 1 ദിവസം. അപ്പൊ ശുഹദാക്കന്മാർ എന്ന് പറഞ്ഞത് ഭൗതിക ലോകത്ത് അവർ ഷഹീദല്ലെങ്കിലും അവർ ആത്മീയ ലോകത്ത് ശുഹദാക്കന്മാരാണ്. അതുകൊണ്ട് അള്ളാഹു അവർക്ക് വലിയ ദർജ നൽകിയിട്ടുണ്ട്. നമുക്കത് സഹിക്കും മാനസികമായ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ വലിയ ദർജയെ അനുഭവിക്കുന്നുണ്ട്. ബദർ ശുഹദാക്കളെ പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട്, അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു രഹസ്യമുണ്ട് എന്നാണ്. അതായത് എന്തെങ്കിലുമൊക്കെ കാര്യമായൊരു വിഷയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്നൊരു 2 ചായ കുടിക്കുക എന്ന് പറഞ്ഞാണ്ട് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ. ശരിക്ക് ബദരീങ്ങളെ സംബന്ധിച്ച് 1.5 ദിവസമേ ആയിട്ടുള്ളൂ എന്നതിനാൽ അവരിപ്പോഴും അതിൻ്റെ രസം പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഒരു വെട്ടൽ വെട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ 1.5 ദിവസം തന്നെ അതാണുള്ള സംഭവം. അപ്പം നമുക്കത് വളരെ വിഷമമുണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ആത്മീയ ലോകത്ത് വലിയ ഉന്നതമായ ദർജയിലാണ്. അതാണ് ഈ ശുഹദാക്കളുടെ ദർജയാണ് അവർക്ക് നൽകപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ സമാധാനിക്കണം, സമാധാനിച്ചേ മതിയാവും. വിശ്വാസങ്ങൾ ശക്തിപ്പെടുത്തണം, തവക്കുലും ഈമാനും ശക്തിപ്പെടുത്തണം.